جيلا بعد جيل مع الشهادة والاشتهار عبر الأزمنة المختلفة. وتذكروا قول أنس بن مالك في وصف لهفة الصحابة على اقتناء شعر النبي صلى الله عليه وسلم بقوله: والحلاق يحلق والصحابة حوله فما يريدون أن تقع شعرة إلا في يد رجل منهم. മുസ്ലിം ലോകം തിരുശേഷിപ്പുകളെ എത്രമാത്രം ആദരവോടും ബഹുമാനത്തോടും ഗൗരവത്തോടും കൂടിയായിരുന്നു കണ്ടിരുന്നത് എന്ന കാര്യം ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അല്ലെങ്കിലും സ്വഹാബാക്കൾ തന്നെ തിരുശേഷിപ്പുകളോട് കാണിച്ച സമീപനം എന്തായിരുന്നു എന്ന് അനസ് റളിയല്ലാഹു അൻഹു നമുക്ക് വിശദീകരിച്ചു തന്നില്ലേ? മുടി കളയുമ്പോൾ ഓരൊറ്റ മുടി പോലും തങ്ങളുടെ കയ്യിലല്ലാതെ പുറത്തു വീഴരുത് എന്ന വാശിയിലായിരുന്നു ആ മാതൃകാ പുരുഷന്മാരായ സ്വഹാബാക്കൾ എങ്കിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുസ്ലിം സമൂഹം ഈ മുടിയോട് ഏത് രീതിയിലാണ് പെരുമാറേണ്ടത് എന്ന് ആർക്കും മനസ്സിലാക്കാവുന്നതാണ്. وصلنا هذا الحديث ووصلتنا أحاديث أخرى، وهناك أحاديث كثر في بركة الآثار الشريفة، ولكن لم يصلنا أنهم فرطوا في شعره وآثاره أو أنها ضاعت عليهم في البر والبحر. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ നമുക്ക് ലഭിച്ചു, അതേപോലെ തന്നെ മറ്റു പലതും ലഭിച്ചു. അതേസമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മോതിരത്തെ പറ്റി പറഞ്ഞപ്പോൾ അത് കിണറിൽ വീണിരുന്നു എന്ന് കണ്ടു, പല്ല് വീണുപോയിരുന്നു എന്ന് കണ്ടു. പക്ഷേ ഏതെങ്കിലും ഒരു മുടി നഷ്ടപ്പെട്ടു എന്ന് ഏതെങ്കിലും ഒരു ഹദീസ് ഗ്രന്ഥത്തിലോ ചരിത്ര ഗ്രന്ഥത്തിലോ എവിടെയും കാണാൻ സാധ്യമല്ല. وصلنا سقوط خاتمه صلى الله عليه وسلم في البئر في خلافة سيدنا عثمان بن عفان رضي الله عنه. وصلنا سقوط قلنسوة خالد بن الوليد. وصلنا خبر قلامة الأظافر التي أوصى بها معاوية بوضعها في فمه عند وفاته رضي الله عنه. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ പ്രവാചകരുടെ പുണ്യമായ മോതിരം കിണറിൽ വീണിരുന്നു എന്നും അതേപോലെ തന്നെ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു തലയിൽ ധരിച്ചിരുന്ന തൊപ്പി താഴെ വീണിരുന്നു എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നഖങ്ങളിൽ നിന്ന് ചിലത് ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കൈവശമുണ്ടായിരുന്നു എന്നും മരണത്തിന്റെ സമയത്ത് തന്റെ കൂടെയുള്ള കുടുംബക്കാരോട് അദ്ദേഹം വസിയ്യത്ത് ചെയ്തത് തന്നെ മറവ് ചെയ്യുമ്പോൾ തന്റെ വായിൽ ആ നഖത്തിൽ നിന്നൊരംശം തബറുക്കിന് വേണ്ടി വെക്കണം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാവുന്നതാണ്. وصلتنا هذه الأخبار، ولكن لم يصلنا خبر ضياع الشعر الشريف الذي تسابق الصحابة رضوان الله عليهم لأخذه. لم يصلنا خبر أنهم أضاعوه أو فقدوه في بر أو بحر، ولا نعرف أسماءهم وكم كان نصيب كل واحد منهم. ഏതെങ്കിലും ഒരു മുടി ആരെങ്കിലും നഷ്ടപ്പെടുത്തി എന്നോ അല്ലെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ നഷ്ടപ്പെട്ടു എന്നോ കടലിലോ കരയിലോ പാഴായിപ്പോയോ എന്നോ ഇതുവരെ നമുക്ക് എവിടെയും കാണാൻ പറ്റിയിട്ടില്ല. മറിച്ച് ഒരുപാട് സ്വഹാബാക്കളുടെ അടുക്കൽ ഒരുപാട് മുടികൾ ഉണ്ടായിരുന്നു എന്നതാണ് നമുക്ക് ലഭിച്ച എല്ലാ രേഖകളും വ്യക്തമാക്കുന്നത്. كما أنه لم يصلنا خبر أن من ورثوه ذلك الشعر الشريف فرط به، والخبر والحديث الذي قرأناه سابقا من تخصيص النبي صلى الله عليه وسلم الشق الأيمن لأم سليم الخزرجية وصلنا، ولكن لم يصلنا أن أم سليم رضي الله عنها فرطت في ذلك الشق العظيم. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ അത് മറ്റുള്ളവർക്ക് വീതിച്ചു കൊടുത്തു എന്നാണ് നമ്മളെല്ലാ ഗ്രന്ഥങ്ങളിൽ നിന്നും മനസ്സിലാക്കിയത്. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ ആ മുടികൾ എന്ത് ചെയ്തു എന്നത് അത് നഷ്ടപ്പെടുത്തി എന്ന് ആ രീതിയിലുള്ള ഒരു റിപ്പോർട്ട് നമ്മളെവിടെയും കണ്ടിട്ടേയില്ല. ما وصلنا من الأسانيد أن ذلك الشق تناقلته الأنصار في بيوتهم كابرا عن كابر حتى انتقل في عهد ما إلى سيدنا الغوث الأعظم عبد القادر الجيلاني قدس الله سره. മറിച്ച് പരമ്പരാഗതമായി മുസ്ലിം സമൂഹം അത് കൈവശമുള്ളവർ തങ്ങളുടെ പിന്തലമുറക്ക് അത്